ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഫിൻലാൻഡിൻ്റെ തലസ്ഥാനമായ ഹെൽസിങ്കിയിലാണുള്ളത്. ഇവിടെ ഒരു പ്രസിദ്ധമായിട്ടൊരു കത്തീഡ്രൽ ഉണ്ട്. അതിന് പുറമെ നമ്മളുടെ സിറ്റിയിൽ കൂടിയുള്ള ഒരു കറക്കമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. And in front of the Bank of Finland is the statue of Snellman, J.V. Snellman, Johan Wilhelm Snellman. He was a politician, that gentleman. He was a university professor as well, and he was behind the idea of introducing 2002. And look, here they are, actually. This is all what I saw on the streets of Helsinki. They are now here. Ready for a military parade tomorrow. We have to show Russia what we have, you know. Keep them quiet there at home and not let them, you know, run around and tell the world that they are going to invade Finland. ഇത് ഹെൽസിങ്കിയിലെ സെനറ്റ് സ്ക്വയർ ആണ്. ഇവിടുത്തെ മിലിറ്ററിൻ്റെ പരേഡ് ഉണ്ട് നാളെ. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിനിങ് ആയിട്ട് ഇവിടെ കംപ്ലീറ്റ് ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഈ സ്ക്വയറിൻ്റെ 4 ഭാഗവും മിലിറ്ററി വളഞ്ഞിട്ട് നിൽക്കുകയാണ്. മിലിറ്ററിക്കാരുടെ വണ്ടി ഉണ്ട്, അവരുടെ ബൈക്കുണ്ട്, അവരുടെ കാറുണ്ട്, വാനുണ്ട്, എല്ലാ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇത് വർഷത്തിൽ ഒരു ദിവസം നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ മിലിറ്ററിക്കാരൊപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലാണ് ഒരു മിലിറ്ററിക്കാരൻ്റെ ഒപ്പം നിൽക്കാനോ കാശ്മീരിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊന്ന് പട്ടാളക്കാരൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് പറ്റില്ല. ഇവരൊക്കെ നല്ല കമ്പനിയാണ്, ഒക്കെ ചെറുപ്പക്കാരാണ്. ഇവിടെ 18 വയസ്സിന് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മിലിറ്ററിയിൽ കുറച്ചു കാലം പണിയെടുക്കണമെന്നൊരു നിർബന്ധമുണ്ട്. അത് ഈജിപ്തിലുണ്ട്, അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഒക്കെ പയ്യന്മാരും ഒക്കെയാണ് കൂടുതലും ഇതിലുള്ളത്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അതൊരു കത്തീഡ്രലാണ്, അതിനെപ്പറ്റി വിശദീകരിച്ച് ഞാൻ പിന്നെ പറയാം. ഒരുപാട് മിലിറ്ററികളുണ്ട്. അവരെപ്പോൾ കണ്ട ലേഡീസൊക്കെ വന്നിട്ട് സെൽഫി എടുക്കുന്നുണ്ടല്ലേ, യാതൊരു പ്രശ്നമില്ല. നല്ല ഭയങ്കര വെള്ള കളർ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ഒരു അടയാളം വരും, ചുവന്ന അടയാളം വരും. അക്കാലത്തിലുള്ള ആളുകളാണ്. ഇതവരെ ബൈക്കാണ് ഈ കാണുന്നത്. ഈ ഫിൻലാൻഡിൻ്റെ പ്രതിരോധ സേനയുടെ പതാക ദിനം എന്നാണ് ഇതിന് പറയാനുള്ളത്. ഇവിടുത്തെ ഒരു കട്ട ശ്രദ്ധിച്ചു ഞങ്ങൾ, നിലത്തുള്ള കട്ട കംപ്ലീറ്റ് ഇങ്ങനെ ഇതേപോലെ ഉണ്ടാകുക. ചില സ്ഥലങ്ങളിൽ ഇഷ്ടിക പാകിയിട്ടുള്ളതുണ്ട്. പിന്നെ അതിന് പുറമെ നമ്മളെ കരിങ്കല്ലിൻ്റെ ഇങ്ങനെ പീസ് ഇങ്ങനെ വെച്ചിട്ടുള്ള മോഡലുണ്ട്. ഇത് പൊതുവേ യൂറോപ്പിൽ മൊത്തം ഈ ഒരു ടൈപ്പിലാണ് ഉണ്ടാകൽ. നിലത്ത് മണ്ണ് പൊതുവേ കാണില്ല, അതുപോലെ കോൺക്രീറ്റും കാണില്ല. പോലീസുകാരൊക്കെ ഇപ്പം നിന്നിട്ട് നമുക്ക് സെൽഫി ഇഷ്ടം പോലെ എടുക്കുക, യാതൊരു ബുദ്ധിമുട്ടില്ല. നല്ല ഹൈറ്റൊക്കെ ഉള്ള സൈസ് ആളുകളാണ് ഇവിടെ ലേറ്റങ്ങൾ. ഇപ്പോഴത്തെ ഈ ഫിൻലാൻഡിൻ്റെ ഡിഫൻസ് ഫോഴ്സ് കമാൻഡറുടെ പേര് ജനറൽ ടീമോ ക്യുവനാണ്. പിന്നെ അതിൻ്റെ മെയിൻ മുഖ്യാതിഥി ഇവിടുത്തെ പ്രസിഡന്റ് തന്നെയാണ്. ഇവിടുത്തെ പ്രസിഡന്റിൻ്റെ ഇപ്പോഴത്തെ പേര് സൗലി നിനിസ്റ്റോ എന്നാണ്. ഇദ്ദേഹമാണ് ഇതിനെ ഈ പരേഡിനെ അവലോകനം ചെയ്യുന്ന ആള്. ഇവിടുത്തെ പോലീസ് വണ്ടിയുമിൽ എഴുതിയിട്ടുള്ള പേരുകളുണ്ടല്ലേ, ഇവരെ ഫിന്നിഷ് ഭാഷയാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നവർ. ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇവിടെ പിന്നെ സമ്മറാണ് കാലാവസ്ഥയാണ്. അതായത് വെക്കേഷൻ, സ്കൂളുകൾക്കൊക്കെ വെക്കേഷനുള്ള സമയമാണ് ഈ ഒരു സമയം. ഈ സമയത്താണ് ഇവിടെ വരാൻ പറ്റുന്ന കാലം. ഇങ്ങനെ ഒരു 73 ദിവസമാണ് ഇവിടെ രാത്രിയും പകലുണ്ടാവുന്ന ഒരു സമയം. അതേപോലെ പിന്നെ ഒരു 53 ദിവസമുണ്ട് രാത്രി മാത്രം, പകലില്ലാത്തൊരു കാലഘട്ടമുണ്ട്. അന്ന് ഭയങ്കര ഐസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അന്ന് വരാനൊരു ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷേ ഇതൊരു സൂപ്പർ സംഭവമാണ്, രാത്രി പിന്നെ പകലായി കാണുന്നത്. ഇതിവിടുത്തെ ട്രാമാണ്. ഇങ്ങനെ ഇഷ്ടംപോലെ ട്രാമുണ്ട്. റോഡിൽ പൊതുവേ ആളുകൾ കുറവായിരിക്കും, ട്രാമിലൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇത് വണ്ടികൾ ഇഷ്ടംപോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ട്രാം. അതുപോലെ പിന്നെ ഇവിടെ ഉള്ളത് ഈ ബസ്സാണുള്ളത്. ബസ്സിൻ്റെ ഇതൊരു ബസ് വരുന്നുണ്ടല്ലേ, ഈ ഒരു ബസ് 2 ബസ്സിനെ ഒരു ബസ്സാക്കിയിട്ടുള്ളതാണ്. ഇത് പൊതുവേ യൂറോപ്പിൽ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ. പണ്ട് ഞാൻ ഫ്രാൻസിൽ പോയ സമയത്ത് ഫ്രാൻസിലെ ഒരു എപ്പിസോഡിൽ മുമ്പ് കാണിച്ചിരുന്നു. ഇതേപോലെ 2 വലിയ ബസ്സിനെ കൂട്ടിയിട്ട് ഒരു ബസ്സാക്കിയിട്ടുള്ളത്. ഇതൊരു ബസ്സാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു നമ്മുടെ 2 പിന്നെ ബോഗികൾ തമ്മിൽ, ട്രെയിനിൻ്റെ ബോഗികൾ തമ്മിൽ ഇടുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലേ, ഈ ഒരു ഭാഗം അങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ബാക്കി ഭാഗം ഇതുപോലെയാണ്. ഇങ്ങനെയുള്ള ടൈപ്പാണുള്ളത്.
സൂപ്പറാണ് ഈ ബസ്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതാണ് ഇവിടുത്തെ പേര് കേട്ട ഹെൽസിങ്കി കത്തീഡ്രൽ. അതിൻ്റെ ശരിക്കും പേര് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹെൽസിങ്കി രൂപതയുടെ ഫിന്നിഷ് ഇവാഞ്ചലിക്കൽ ലൂതറൻ കത്തീഡ്രൽ എന്നാണ്. ഇതിനൊരുപാട് സ്റ്റെപ്പുകളുണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറാൻ. ഇവിടെ ഇങ്ങനെ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്, അതിനനുസരിച്ചിട്ട് നല്ല വെയിലുമുണ്ട്. നല്ല വെയിലിൽ നല്ല തണുപ്പുള്ള നല്ല സൂപ്പർ സംഭവമാണ്. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകളൊക്കെ കണ്ടിട്ട് കയറി മുകളിലേക്ക് എത്തണം. ഞാനപ്പോൾ മുകളിലേക്ക് കയറുകയാണ്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു ശൂരവേദനയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഒരു പ്രത്യേകതരം കല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു കരിങ്കല്ലിൻ്റെ ഒരു നല്ല കൊത്തിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഇതാണ്. അങ്ങനെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരാൻ നല്ല രസമാണ്. അതിന് പുറമെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കാനും നല്ല രസമാണ്. ഇത് 1830 1852 കാലഘട്ടത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചത്. സെൻറ്റ് നിക്കോളാസ് ചർച്ച് എന്നാണ് ഇതിൻ്റെ പേര്. മുമ്പ് 1917 ഈ ഫിൻലാൻഡ് സ്വാതന്ത്ര്യം നേടുന്നവരെ ഇത് നഗരത്തിൻ്റെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ഇനി ഈ കത്തീഡ്രലിൻ്റെ പുറംഭാഗം ഇങ്ങനെ കാണാം. ആ കൂട്ടത്തിൽ കൂടി ഞാൻ ഈ കത്തീഡ്രലിൻ്റെ കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. റഷ്യയിലെ പിന്നെ സർ നിക്കോളാസ് ഒന്നാമൻ്റെ ബഹുമാനാർത്ഥമാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞില്ല 1830 1852 കാലഘട്ടത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പള്ളീൻ്റെ ഏറ്റവും മുകളിൽ ആ ഫ്ലോർ ലെവലിൽ നിന്ന് താഴേക്കുള്ള കാഴ്ചയാണ്. ആ മിലിറ്ററികളൊക്കെ നിൽക്കുന്നൊരു ഏരിയയാണിത്. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇരിക്കാനും കാണാനൊക്കെ. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സ്റ്റെപ്പിൻ്റെ മുകളിൽ. മിലിറ്ററി വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഇതുപോലെ ഇവിടെ ഇങ്ങനെ കസേരകളൊക്കെ വരിയായിട്ടിട്ടുണ്ട്. ഇനി കയറി വന്നിട്ട് ആർക്കെങ്കിലും കസേരയിൽ ഇരിക്കണമെങ്കിൽ കസേരയിൽ ഇരിക്കുക. ഞാനും കുറച്ചു നേരം ഇവിടെ ഒരു ഫിൻലാൻഡുകാരൻ്റെ കൂട്ടത്തിൽ കുറച്ചു നേരം കസേരയിൽ ഇരുന്നു ഇവിടെ. 1812 ഈ ഹെൽസിങ്കി ഫിൻലാൻഡിൻ്റെ തലസ്ഥാനമാക്കിയ ശേഷം 1814 അന്നത്തെ അലക്സാണ്ടർ ഒന്നാമന് ഈ ഉപ്പ് ഇറക്കുമതി നികുതിയുടെ 15% ഇവിടെ 2 പള്ളികൾക്ക് വേണ്ടിയിട്ട് ശേഖരിക്കാൻ വെച്ചു. അതിലത്തെ ഒന്നാണ് ഈ ഒരു കത്തീഡ്രൽ. ഇന്ന് ഹെൽസിങ്കിയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ കത്തീഡ്രൽ. 2018 ഇവിടെ 1.5 ലക്ഷം ആളുകളാണ് സന്ദർശിച്ചത്. ഇപ്പോൾ ഇത് ആരാധനകൾക്കും വിവാഹങ്ങൾ പോലുള്ള പ്രത്യേക പരിപാടികൾക്കും പള്ളി പതിവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പം ഇതിൻ്റെ ഉൾഭാഗം തുറന്നിട്ടില്ല. ഉൾഭാഗം തുറക്കുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ ആരാധനക്കും മറ്റൊക്കെയാണ്. ഇവിടുത്തെ നിലം ഒന്നുകൂടി ശ്രദ്ധിച്ചില്ലേ, കട്ട ഉണ്ടല്ലേ, കരിങ്കല്ലിൻ്റെ ചെറിയ ചെറിയ പീസുകളാണ് ഇവിടെ ഉള്ളത്. ഈ നാട്ടുകാരിങ്ങനെ വൈകുന്നേരം ഇവിടെ ഇങ്ങനെ കാറ്റുകൊള്ളാൻ വന്നിരിക്കും. ഇതിൻ്റെ കാറ്റുള്ള പറഞ്ഞാൽ ഇവിടെ നല്ല തണുപ്പാണ്. ഇതിൻ്റെ ടോപ്പിൽ വന്നിരുന്നാൽ തന്നെ അത്യാവശ്യം നല്ല തണുപ്പ് ഉണ്ട്. ഇതിൻ്റെ താഴേക്ക് ഇറങ്ങും വേണം. ഇത് താഴെ കുറച്ച് സുഡാനി കുട്ടികളുണ്ട് സ്റ്റെപ്പും ഇരിക്കുന്നത്. അപ്പോൾ അവരപ്പോൾ വന്നിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ അവിടുന്ന് ഇറങ്ങി തിരിച്ച് ബസ് കയറിയിട്ടുണ്ട്. ഈ ഫിൻലാൻഡ് ഒരു നോർത്തേൺ യൂറോപ്യൻ രാജ്യമാണ്. പിന്നെ അതിനു പുറമെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണിത്. ഇപ്പോൾ ഫിൻലാൻഡാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് രാജ്യം. അതേപോലെ ഈ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് രാജ്യങ്ങളിൽപ്പെട്ട ഭാഗങ്ങളാണ് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞത്. ഒരുപാട് പ്രത്യേകത ഉണ്ട് ഈ ഫിൻലാൻഡിന്. പിന്നെ ഒരു തരി കാപ്പി പോലും ഉൽപ്പാദിപ്പിക്കണില്ല ഈ ഫിൻലാൻഡിൽ. പക്ഷേ എന്നാലോ ഏറ്റവും കൂടുതൽ കാപ്പി കൺസ്യൂം ചെയ്യുന്ന രാജ്യമാണ് ഈ ഫിൻലാൻഡ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഓവർ സ്പീഡിൽ വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ 100% അത് അവർക്ക് പിഴ ഈടാക്കുക. അതായത് അവരെ സമ്പാദ്യത്തിന് 100% വരെ ഈടാക്കും. അതുകൊണ്ട് ഇവരെല്ലാവരും ഒരു നല്ലൊരു പിന്നെ ഡ്രൈവിങ്ങും കാര്യങ്ങളും നിയമമൊക്കെ നല്ലോണം ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 കോടി ആസ്തി ഉണ്ടെങ്കിൽ ആ 1 കോടി ആസ്തി വരെ ഗവൺമെൻറ്റിലേക്ക് പിഴയായിട്ട് അടക്കേണ്ടി വരും. ഇങ്ങനത്തെ നിയമം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ രാജ്യം ഇത്രയും മനോഹരമായിട്ട് നിലനിന്ന് പോകുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3ാം സ്ഥാനമാണ് ഈ ഫിൻലാൻഡിൻ്റെ പാസ്പോർട്ടിൻ്റെ വാല്യൂ. വേൾഡിൽ തന്നെ പല സ്ഥലങ്ങളിലേക്കും ഫിൻലാൻഡിൻ്റെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ വിസൻ്റെ ആവശ്യമില്ല, ഓണറേബിൾ വിസ ആയിട്ട് നിൽക്കുന്നുള്ള ഒരു പാസ്പോർട്ടും കൂടിയുള്ള ഒരു രാജ്യമാണ് ഫിൻലാൻഡ്. അതായത് ഒരു ഫിൻലാൻഡ് പാസ്പോർട്ടുള്ള ഒരാൾക്ക് ലോകമെമ്പാടും യാത്ര ചെയ്യുക, വിസ ഇല്ലാണ്ട് യാത്ര ചെയ്യുക എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഒരു ലാപ്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നോർത്ത് ഭാഗത്ത്. അവിടെയാണ് നമ്മുടെ ഈ ക്രിസ്മസ് മാപ്പിൻ്റെ ഒക്കെ ഉത്ഭവം എന്നാണ് പറയാറുള്ളത്. അവിടെയാണ് ഈ നോർത്തേൺ ലൈറ്റിൻ്റെ ഒക്കെ ഇതുള്ളത്. പിന്നെ ഫിൻലാൻഡാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം ആദ്യമായിട്ട് കൊണ്ടുവന്ന ഇവിടുത്തെ രാജ്യം.
പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ എഡ്യൂക്കേഷനാണ്. അതായത് ഏറ്റവും ചെറിയ ക്ലാസ് മുതൽ കോളേജ് ലെവൽ വരെ കംപ്ലീറ്റ് ഫ്രീ ആണ് ഇവിടെ പഠിക്കാനുള്ളത്. പിന്നെ അതിന് പുറമെ ഇവിടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫിന്നിഷ് ഭാഷ ആദ്യം പഠിക്കണം. പിന്നെ വിദേശികൾക്ക് വന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇംഗ്ലീഷ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് മാത്രമുള്ളൂ അവർക്ക് പഠിക്കാൻ പറ്റുക. അതിന് പുറമെ മറ്റുള്ള ഇതിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഈ ഫിന്നിഷ് ഭാഷ പഠിക്കണം. പിന്നെ ഇവിടെ ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫിന്നിഷ് ഭാഷ പഠിക്കണം. അപ്പോൾ അത് പഠിക്കുന്നത് വരെ നമുക്കിവിടെ ഇവർ ഗവൺമെൻറ് സ്റ്റൈപ്പൻഡ് തരും. ഏകദേശം 800 യൂറോ വരെ നമുക്ക് എത്ര കാലം നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ആ ഒരു സമയം വരെ 800 യൂറോ ഇവരെ വക ഫ്രീ ആയിട്ട് കിട്ടും. ഗവൺമെൻറ് സബ്സിഡി ഉണ്ട്. മറ്റുള്ള രാജ്യങ്ങളിലൊന്നും അങ്ങനെയല്ല. പിന്നെ ഇവിടെയുള്ള എല്ലാ കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ അണ്ടർ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടെന്ന് വെച്ചാൽ കോളേജുകൾ തമ്മിലുള്ള കോമ്പറ്റീഷനും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ പിന്നെ കുട്ടികളിലൊക്കെ നല്ല ക്വാളിറ്റിയാണ് വിദ്യാഭ്യാസത്തിനും കാര്യങ്ങൾക്കും. നല്ല സൂപ്പർ പഠനവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഫിൻലാൻഡിലുള്ളത്. അങ്ങനെ വിദേശിക്ക് ഇവിടെ വന്ന് പഠിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള കംപ്ലീറ്റ് ചിലവുകളും ഫ്രീ ആണ്. 1 രൂപ വരെ ഇവിടുത്തെ 1 യൂറോ വരെ ചിലവില്ല. അത്രയും പഠന സൗകര്യം ഇവർ നല്ലോണം ചെയ്യുന്നുള്ള രാജ്യമാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. പിന്നെ ഇനിയും ഫിൻലാൻഡിൻ്റെ എപ്പിസോഡായിട്ട് വരുന്നതാണ്. നല്ല സൂപ്പർ സ്ഥലമാണ് ഈ ഫിൻലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.